ഫാദിനെ കൊണ്ട് വിഗ് വെച്ച് അഭിനയിപ്പിച്ച ഒരു പടം കൂടിയാണത്. ഇതിലെ പാട്ട് അത് ഫാദ് എപ്പോഴും പറയാം, അത് നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇടയ്ക്ക് പറയാം. അവനൊട്ടും ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്. സംഭവത്തിൽ നമ്മൾ കാണുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരേ ടൈം ലൈനിലല്ല എല്ലാവരും ഉള്ളത്. പല ടൈം ലൈനിലുള്ള ആളുകൾ തമ്മിൽ കണ്ടുമുട്ടും. സംഭവവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പ്രേക്ഷകരാണ്. സംഭവം ചെയ്യുന്ന സമയത്ത് ജിത്തുവിന് ആദ്യം അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. 3-3.5 മണിക്കൂർ വെള്ളത്തിൽ തന്നെ ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് കാലിനടിയിൽ എന്തോ ഒരു സെൻസേഷൻ ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു, ജിത്തു ഞാൻ ഒന്ന് കയറി നോക്കട്ടെ എന്ന് പറയുമ്പോൾ ബേൺ ആയിപ്പോയി. ഈ സിനിമ കാലങ്ങൾക്ക് ശേഷം ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ഇപ്പം എൻ്റെ അടുത്ത് ഇതേ ചോദ്യമായിട്ട് വേറെ അത് റിലീസ് ഉണ്ടാവുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചു, അഭിനയിത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കഥ ഐഡിയ ആദ്യം വരുമ്പോൾ തന്നെ അറിയാം ഇതൊരു വൈഡായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു സിനിമയല്ല എന്നുള്ളത് അറിയാം. എന്നോട് ഡിയർ ഫ്രണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ചേട്ടാ എനിക്ക് അതിൻ്റെ ക്ലൈമാക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ, എന്തുകൊണ്ടാണ് വിനോദ് അങ്ങനെ ചെയ്തത്. ലാലേട്ടൻ്റെ അദ്ദേഹം ആ സോങ്ങിൻ്റെ ഫസ്റ്റ് ആ സോങ്ങിൽ തന്നെ നമുക്ക് എന്താണ് വിശാൽ കൃഷ്ണമൂർത്തി എന്നുള്ളതിൻ്റെ വലിപ്പം അവിടെ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ആ സിനിമയിൽ ആ പേരിൽ ഞാൻ ഓർക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിനീത് കുമാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വിനീത നമസ്കാരം. നമസ്കാരം. വിനീതിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാ സമയത്തും തുടക്കം തൊട്ട് തന്നെ ഇന്ന് വരെയും എക്സ്പെരിമെൻ്റൽ സിനിമകളുടെ ഒരു ഭാഗമായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ദേവദൂനായിക്കോട്ടെ, അപരിചിതൻ, ഇപ്പോൾ സംഭവം, ഡിയർ ഫ്രണ്ട്, എല്ലാ കാലത്തും ആ കാലത്തിൻ്റെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. എന്താണ് ഈ വ്യത്യസ്തമായ കഥകളുടെ പിറകിലേക്ക്? അല്ല, ഇനിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. അത് നമ്മളുടെ പേഴ്സണൽ ടേസ്റ്റ് അതിനകത്തൊരു ഘടകമായിരിക്കും. നമുക്ക് അങ്ങനെയുള്ള ചില സിനിമകളോട് നമുക്ക് അത്തരം സിനിമകൾ കണ്ടിട്ടുള്ളൊരു എക്സ്പോഷർ ഉള്ളത് കൊണ്ടും ചിലപ്പോൾ നമ്മളുടെ പേഴ്സണൽ ടേസ്റ്റിൽ നമുക്ക് അത്തരം കഥകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കഥ ഐഡിയ ആദ്യം വരുമ്പോൾ തന്നെ അറിയാം ഇതൊരു വൈഡായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു സിനിമയല്ല എന്നുള്ളത് അറിയാം. പക്ഷേ ആ സിനിമയുടെ ഓഡിയൻസിലേക്ക് അത് എത്തുമ്പോൾ ഇപ്പോൾ സംഭവത്തിൻ്റെ ഇതേപോലെ ഞാനിപ്പോൾ ജിത്തുവായിട്ട് നമ്മുടെ സംഭവത്തിൻ്റെ ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോൾ ജിത്തുവിൻ്റെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് ഡിയർ ഫ്രണ്ട്. അപ്പം ഞങ്ങളിത് സംസാരിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയർ ഫ്രണ്ടും ഇതേപോലെ തിയേറ്ററിൽ ഇപ്പോൾ സംഭവം തിയേറ്ററിലും ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഡിയർ ഫ്രണ്ട് തിയേറ്ററിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വൺസ് അത് OTT വന്നപ്പോൾ ഇപ്പോൾ സംഭവത്തിന് കിട്ടുന്ന ഇതേപോലെ എനിക്ക് വേൾഡ് വൈഡ് റെസ്പോൺസ് ആയിരുന്നു. പല കൺട്രീസിൽ നിന്നാണ് എനിക്ക് മെസ്സേജുകൾ വരുന്നതും അവർക്ക് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു 2 days ബിഫോർ വരെയും എന്നോട് ഡിയർ ഫ്രണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ചേട്ടാ എനിക്ക് അതിൻ്റെ ക്ലൈമാക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ, എന്തുകൊണ്ടാണ് വിനോദ് അങ്ങനെ ചെയ്തത്. അത് ചില സിനിമകൾക്ക് അങ്ങനെ ഒരു ലൈഫിൽ നമുക്കൊരു ക്ലോഷർ ഇല്ല. പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പല സംഭവങ്ങളിലും നമ്മൾ സിനിമകളിൽ മാത്രമാണ് നമുക്ക് ഒരു അവസാനം ക്ലൈമാക്സിൽ വില്ലനെ തീർക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ എൻഡ് ഉള്ളത്. അതല്ലാത്ത സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്തരം ക്ലോഷേഴ്സ് ഇല്ലാത്ത, ഞാൻ പറയുന്നത് ഈ ഫ്രാഞ്ചൈസി സിനിമകളല്ല, സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്ന സിനിമകളല്ല, ഡീകോഡ് ചെയ്യാനും അവർക്ക് സിനിമ അവരുടെ തലയിൽ വീണ്ടും വർക്കാവുക എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലേക്ക് അത്തരം എനിക്ക് ചെറുകഥകൾ വായിക്കുന്ന ഇഷ്ടമാണ്. അതും ഇതുപോലെ എൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചില സിനിമകൾ വർക്കാവും. ഇപ്പോൾ സംഭവവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പ്രേക്ഷകരാണ്. സെക്കൻഡ് പാർട്ട് ആദ്യം ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് സംഭവം ചെയ്യുന്ന സമയത്ത് ജിത്തുവിന് ആദ്യം അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഐഡിയാസ് ഉണ്ട്. അത് സെക്കൻഡ് പാർട്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു പ്രോഗ്രഷനിലല്ല ആ സിനിമ നിർത്തുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ആ സിനിമ നിർത്തിയത്. പക്ഷേ ആ സിനിമയുടെ ഒരു പ്രോഗ്രഷൻ സ്റ്റേജിലാണ് ഇതിന് ഒരു പാർട്ടിനും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾക്ക് സാധ്യതയുണ്ടെന്ന് ജിത്തുവിന് തോന്നുന്നത്. ചെറിയൊരു സ്പാർക്ക് ഇട്ട് പോകുന്നുണ്ടല്ലോ സിനിമയിൽ മൊത്തത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സംഭവം ഇപ്പോൾ റിലീസായപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടീമായിട്ടുള്ള ഞങ്ങളെക്കാൾ കൂടുതൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പ്രേക്ഷകരാണ്. അവരതിന് കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാക്കുന്നു അവരുടെ ഉള്ളിൽ. കാരണം സിനിമ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള അവരുടെ അവസ്ഥകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഡിസ്കഷൻസും അതിനെക്കുറിച്ചുള്ള ട്രോൾസും അതിന് മീംസൊക്കെ എത്രയാണ് വരുന്നതെന്നറിയോ. ഈ പറയുന്ന ടോട്ടൽ കിളി പറഞ്ഞിട്ട് ലോസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോസ് അവർ പരസ്പരം എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരുന്നു. അത് പല സിനിമകളോട് കമ്പയർ ചെയ്യുന്നു. ഹോളിവുഡ് വലിയ സിനിമകളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ലിമിറ്റഡ് സ്ഥലത്ത് ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ കമ്പയർ ചെയ്യുന്നത് വേൾഡ് സിനിമകളായിട്ടാണ്. അത് ഭയങ്കര രസമുണ്ട്. നിലവിൽ മലയാള സിനിമയുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാത്തരം സിനിമകളും വർക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫാൻറ്റസി പടങ്ങൾ വരുന്നു, ആക്ഷൻ പടങ്ങൾ, കോമഡി, എല്ലാം മിക്സ് ഓഫ് ജോണേഴ്സാണ് വരുന്നത്. ഇപ്പോൾ സംഭവം പോലൊരു സിനിമ തന്നെ ചിലപ്പോൾ ഒരു 5 കൊല്ലം മുമ്പാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു വിഷയമാണല്ലോ, ഒരു കംപ്ലീറ്റ് ഒരു ടൈം ലൂപ്പ് സയൻസ് ഫിക്ഷൻ പടം. പക്ഷേ ഇന്നത് സാധ്യമാവുകയാണ്. ഇന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്, പ്രേക്ഷകർ തിയേറ്ററിൽ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ഡയറക്ടർ എന്നുള്ള ആസ്പെക്റ്റിലും കൂടെ ചോദിക്കുകയാണ്, ഇന്ന് മലയാളത്തിലൊരു എക്സ്പെരിമെൻ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് എന്താണ് അത് കുറച്ചുകൂടി ഈസി ആയോ, അതോ എന്താണ് അത് പുൾ ഓഫ് ചെയ്യുമ്പോൾ ഉള്ളൊരു
എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് എല്ലാ കാലത്തും അത്തരം എക്സ്പെരിമെൻറ്റുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. കാരണം എൻ്റെ ഓർമ്മയിൽ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന് പറഞ്ഞൊരു സിനിമ അതെ ഉണ്ടായിരുന്നു. ആ. ഞാൻ ആ സിനിമ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടതാണ്. ഞാനത് കാണാനുള്ള ഒരു റീസണും അതായിരുന്നു. എനിക്ക് ആ സിനിമ എങ്ങനെയായിരിക്കും ആളുകൾ പക്ഷേ തിയേറ്ററിൽ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അപ്പോൾ അത്തരത്തിൽ സിനിമകളെ പ്രേക്ഷകർ ഒരിക്കലും നല്ല സിനിമകളെ കൈയൊഴിഞ്ഞതായിട്ട് എനിക്ക് എൻ്റെ അറിവിലില്ല. കാരണം പല സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടെന്നാണ്. നല്ല സിനിമകൾ എല്ലാ കാലത്തും പ്രേക്ഷകർ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴത്തെ ഒരു നമുക്ക് ഈ അടുത്ത കാലത്ത് ഉള്ളൊരു സക്സസ് ആവുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതും പുതിയ ആളുകളുടെ സിനിമകൾ ഒരേ നമ്മളുടെ വലിയ സ്റ്റാർഡമുള്ള ആളുകളുടെ അതേ സിനിമകൾ പോലെ തന്നെ പ്രേക്ഷകർ വിജയിപ്പിക്കുകയും അത് സാമ്പത്തികമായിട്ട് അത്രയും വലിയ സക്സസ് ആവുകയും ചെയ്തു. സംഭവം എന്ന് പറയുന്ന സിനിമ എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയത് ആ സിനിമ മലയാളത്തിൽ പൊതുവേ സിനിമകൾ ഇറക്കാൻ മടിക്കുന്ന ഒരു ഓഫ് സീസൺ ടൈമിലാണ് ആ സിനിമ റിലീസായത്. അതെ, അത് റിലീസാവുകയും എന്നിട്ട് അത് തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നു, സ്ക്രീനുകളുടെ എണ്ണം കൂടുന്നു, അഭിപ്രായങ്ങൾ വരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ OTT റിലീസിന് ശേഷം എല്ലാ ഭാഷയിലും, അതായത് തമിഴിൽ നിന്നും കന്നഡയിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും എനിക്ക് പേഴ്സണൽ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അതുപോലെ അവർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ റിവ്യൂ ചെയ്യുന്നു. അത് എക്സ്പ്ലനേഷൻ വീഡിയോസ് വരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റ് ആണെങ്കിൽ അതിനിടയിൽ അവർ കൃത്യമായിട്ട് അവരുടെ എന്തൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എഴുതി ചേർക്കും. അങ്ങനെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ്, ഐ മീൻ മലയാളി ഓഡിയൻസിൽ നിന്നും ആ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയിലേക്ക് ആ ലെവലിലേക്ക് ആക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളത് ഭയങ്കര സർപ്രൈസ്. ഇപ്പോൾ ഡിയർ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ ഈ പറയുന്ന പോലെ അതൊരു ഓപ്പൺ എൻഡ് ഇട്ടിരിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ്. പ്രേക്ഷകന് അവരുടെ ഒരു ചോയ്സിനനുസരിച്ച് ഡീകോഡ് ചെയ്യാം ആരാണ് വിനോദം എന്നുള്ളത് അവർക്ക് തന്നെ കണ്ടെത്താവുന്ന രീതിയിലാണ്. ഇത് എഴുതുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്പൺ ക്ലൈമാക്സ് അല്ലാതെ മറ്റൊരു ക്ലൈമാക്സ് ഏതെങ്കിലും പോയിന്റിൽ ഐഡിയ ഉണ്ടായിരുന്നു ഇതിനൊരു ക്ലോഷർ കൊടുക്കാം എന്നുള്ളൊരു? ഇല്ല, അങ്ങനെ എഴുതുന്ന സമയത്തൊന്നും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നില്ല. നമ്മൾ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഘട്ടത്തിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്കിതിന് ഒരിക്കലും വിനോദിനൊരു ക്ലോഷർ കൊടുക്കാനല്ല, സിനിമയുടെ ഒരു എക്സ്റ്റൻഷനും കൂടെ നമ്മൾ ഇടയ്ക്കൊന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ നമ്മൾ ആദ്യമേ ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ തീരുമാനിച്ച അതേ ക്ലൈമാക്സ് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യണം. അതല്ലാതെ ഇതിന് വേറൊരു ക്ലൈമാക്സ് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഒരു എക്സ്റ്റൻഷൻ ആലോചിച്ചിരുന്നു. സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ റജി എന്ന് പറയുന്ന ക്യാരക്ടർ പോലീസ് ഓഫീസർ, ഇയാൾ ആദ്യം കാണിക്കുമ്പോൾ തന്നെ ഇയാൾ ഇച്ചിരി പ്രശ്നക്കാരനാണ്, എന്തോ ഒരു കുഴപ്പമുണ്ട് ഇയാൾക്കെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇയാൾ കയറി വട്ടം വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ ആ പോയിന്റിലാണ് ഇയാളുടെ ഇൻട്രോയാണ് തുടങ്ങുന്നത്. പിന്നീട് ഈ സിനിമ കണ്ടുവരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ബാക്ക് സ്റ്റോറി ഇയാൾക്കുണ്ട്, ഒരു ട്രോമ ഇയാളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ കാട്ടിലേക്ക് കയറാൻ പലരെ അനുവദിക്കാത്തതെന്ന് പറയുന്നുണ്ട്. ഈ റജിയുടെ ഒരു ബ്രീഫ് തരുന്നത് എങ്ങനെയായിരുന്നു? ഈ ക്യാരക്ടറിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ട്രോമ പറഞ്ഞു തരുന്നതും ഈ മൊത്തത്തിൽ കിട്ടിയൊരു എന്തായിരുന്നു അത്? ആക്ച്വലി ജിത്തുവിന് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ക്ലാരിറ്റി ഉണ്ട്. ഒരു മേക്കറിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന എപ്പോഴും അയാൾക്ക് എത്രമാത്രം ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ജിത്തു പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക എന്നുള്ളതിനകത്ത് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഫസ്റ്റ് സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ തൊട്ടിട്ടുള്ള എൻ്റെ സംശയങ്ങൾ, എനിക്കതിനകത്ത് ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും അതൊക്കെ മാറ്റുകയും അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ജിത്തുവിന് പ്രോപ്പർ ഐഡിയ ഉണ്ടായിരുന്നു സംഭവം ഏത് രീതിയിലാണ്. കാരണം ഓൾറെഡി ഒരു ഷോർട്ട് ഫിലിം ജിത്തു ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ജോണറിലുള്ള സിനിമകൾ ജിത്തുവിന് വളരെ കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ത്രില്ലർ സിനിമകളാണ് അവന് ഇഷ്ടമുള്ളത്. അങ്ങനെയുള്ള ഇനി തുടർന്ന് ചെയ്യാനുള്ള ഞാൻ ചോദിച്ചിരുന്നു, നീ ഒരു ലവ് സ്റ്റോറി ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ത്രില്ലറാണ്. അപ്പോൾ അങ്ങനെ ചിലർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജോണർ ഉണ്ടാവും. ആ ജോണറിൽ അതിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് റെജി എങ്ങനെയായിരിക്കണം, റെജീനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സിനിമ OTT വന്ന സ്ഥിതിക്ക് നമുക്ക് ചില സംശയങ്ങളൊക്കെ അങ്ങ് തീർത്തളയാൻ തോന്നുന്നു. പ്രേക്ഷകന് ചില സംശയങ്ങളുണ്ട്, എനിക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം എനിക്ക് പറ്റില്ല, ജിത്തുവിനോട് ചോദിക്കേണ്ടി ചിലത്. നമുക്ക് ചില സംശയങ്ങൾ നമുക്ക് തീർക്കാം. ഈ റജി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ ഈ കുട്ടിക്കാലം കാണിക്കുമല്ലോ, ചേച്ചിയും അനിയനും കാട്ടിലേക്ക് പോകുന്നതും പിന്നെ അവിടെ വെച്ച് ലോസ്റ്റായി പോകുന്നതും ഈ റജി അനിയനെ തന്നെ അത് കുട്ടിക്കാലത്തെ വീണ്ടും കാണുന്നൊരു മൊമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സിനിമ കണ്ടു തീരുമ്പോൾ നമുക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഈ കുട്ടിക്കാലത്ത് ഇവർ കാട്ടിനകത്ത് പെട്ടുപോകുന്നു, പിന്നെ എങ്ങനെയാണ് റജി പുറത്തെത്തി പോലീസുകാരനായതെന്നും, പിന്നെ ഇയാൾ ഈ ഡെഡ് ബോഡി കാണുമല്ലോ ആദ്യം, റജിയുടെ ഡെഡ് ബോഡി കാണുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്.
എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അപ്പോൾ റെജി ശരിക്കും മരിച്ചു, അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരാണ്? ലാസ്റ്റ് സിനിമ തീരുന്ന സമയത്ത് അശോകൻ സാർ നമ്മൾ കാണുന്നുണ്ട്, ലാസ്റ്റ് ഏറ്റവും റെജിയെ കാണുന്നില്ല. അപ്പോൾ റെജിക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ചില സംശയങ്ങളുണ്ട്. അപ്പോൾ എന്താണ് അതിന് വിനീതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ? ഇതിൽ രസമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ, എൻ്റെ അടുത്ത് ഇന്നലെയും ഇതേപോലെ സിനിമ കണ്ടിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് ഒരു സംശയം ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, അതുപോലെ ഞാൻ തിരിച്ച് കുറച്ച് ചോദ്യം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ അശോകൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ അസ്കർ ചെയ്ത ക്യാരക്ടറിൻ്റെ കൂടെ, ആനന്ദിൻ്റെ കൂടെ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് കൂടെയുണ്ട്. അപ്പോഴാണ് അവിടുന്ന് വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ അടുത്തൊരു ഡെഡ് ബോഡി ഉണ്ട്, അത് അശോകൻ്റെ ഡെഡ് ബോഡിയാണ്, അശോകൻ മരിച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ മരിച്ച അശോകൻ എങ്ങനെയാണ് അവസാനം നമ്മൾ കാണുന്നത്? ഇനി പോട്ടെ, ഞാൻ അവിടെ കുഴിയിൽ വീണ് കിടക്കുമ്പോൾ അസ്കറിന്റെ ക്യാരക്ടർ ആനന്ദ് ഒരു മരത്തിന്റെ പിറകെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ആനന്ദ് അപ്പുറത്ത് വരുന്നില്ല, അതെങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇതിനകത്ത് ഇത്തരം ചോദ്യങ്ങൾക്ക്, ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ വളരെ സിമ്പിളാണ്. അതിനകത്തുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ബേസിക് ഐഡിയ, ബേസിക് തോട്ട് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ കാക്കയുടെ ശില്പം എന്ന് പറയുന്നത് കാകഭുഷുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ്. അത് നമ്മുടെ മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് രാമായണം 10-11 തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ 11 തവണ കാണുമ്പോഴും പല വേർഷൻസാണ് കാണുന്നത്, സെയിം അല്ല. രാവണൻ എന്ന് പറയുന്നത് ഒന്നിൽ വില്ലനാണെങ്കിൽ രാവണൻ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റേതിൽ രാവണൻ വധിക്കപ്പെട്ടിട്ടില്ലായിരിക്കും. അങ്ങനെ പല വേർഷൻസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ആദ്യം ഈ ഐഡിയ പറയാൻ തുടങ്ങുമ്പോൾ ജിത്തു എന്നോട് പറഞ്ഞത് ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സംഭവത്തിൽ നമ്മൾ കാണുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരേ ടൈം ലൈനിലല്ല എല്ലാവരും ഉള്ളത്. പല ടൈം ലൈനിലുള്ള ആളുകൾ തമ്മിൽ കണ്ടുമുട്ടും. ഇപ്പോൾ റെജിയുടെ ഒരു കേസ്, ഞാനിത് ഫസ്റ്റ് ഞാൻ ജിത്തു ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ചോദിച്ചത് ഈ ചോദ്യം തന്നെയായിരുന്നു. അതായത് റെജി കുട്ടിക്കാലം ഒരുമിച്ച് ഇവർ പരസ്പരം കാണുന്നുണ്ടോ? അപ്പോൾ പറയുന്നത് കാണുന്നുണ്ട്. അപ്പം ചോദിച്ചു, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് റെജി പോലീസായത്? അയാൾ ഈ കാട്ടിനകത്തല്ലേ? അപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ചേട്ടാ, ജിത്തു പറഞ്ഞൊരു വേർഷനാണ് ഞാൻ പറയുന്നത്, ഈ റെജിയുടെ കുട്ടിക്കാലത്ത് റെജി അതിനകത്ത് തന്നെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. റെജി പുറത്തു പോയിട്ടുണ്ടാവാം, അവൻ്റെ ചേച്ചിയാണ് അവന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റെജി ആ ടൈം ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഒരുപക്ഷെ പുറത്തിറങ്ങിയത് ഈ ശില്പത്തിൻ്റെ അവിടുത്തെ എത്തിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു സൊല്യൂഷനായിട്ട്, ഇതിനകത്ത് എങ്ങനെ പുറത്ത് കിടക്കണമെന്ന് ആനന്ദ് കണ്ടെത്തുന്നുണ്ട്. അത് സിദ്ധാർത്ഥ് പറഞ്ഞു കൊടുത്തിട്ട്, സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ പറയുന്നത് വെച്ചിട്ട് അതിനകത്ത് സ്പൈറൽ വേയിൽ അതിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഈ വഴി ഒരുപക്ഷെ റെജിക്ക് ആരെങ്കിലും കാണിച്ചു കൊടുത്തിരിക്കാം. ചിലപ്പോൾ ഈ സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടറിനെ ഈ റെജി കുട്ടിക്കാലത്ത് കണ്ടിരിക്കാം. അങ്ങനെ ഒരു അതിന് പല വേർഷൻസും ഇൻ്റർപ്രിട്ടേഷൻസും വരുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറയാം, ഇതിൻ്റെ കുറച്ചുകൂടെ വേറൊരു ലെയർ ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഞാനും ജിത്തുമായിട്ടുള്ള ഡിസ്കഷൻസിൽ, സെക്കൻഡ് പാർട്ടിനെ കുറിച്ചിട്ട് ജിത്തു പറയുന്ന ഡിസ്കഷൻസിൽ ജിത്തുവിൻ്റെ ക്ലാരിറ്റി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ എന്താണ് അവൻ പറയാൻ പോകുന്നത്. ഇപ്പോഴുള്ള പാർട്ടിലുള്ള ചില കാര്യങ്ങൾക്ക് ഓൾറെഡി ഈ പറയുന്ന ഈ ഡീകോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. ചില ആളുകൾ അതിനെ ഡീറ്റെയിൽ ചെയ്ത് എഴുതുന്നുണ്ട്. അതിനകത്ത് തന്നെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനകത്ത് ഈ ചോദ്യം ഞാനൊരു കമൻറ്റിൽ കണ്ടിരുന്നു, റെജി അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇയാൾ പോലീസായതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിന് ഉത്തരം തൊട്ടടുത്ത് തന്നെ വേറെ ആൾ കൊടുത്തിട്ടുണ്ട്, എടോ അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവും, കുട്ടിക്കാലത്ത് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടാവാം. കാരണം അവൻ ഒരുപക്ഷെ ഈ സൗണ്ട് കേട്ട് വേറൊരു ടൈം ലൈനിൽ പോകണമെന്ന് പോലുമില്ല. കാരണം അങ്ങനെ ഒരു കൃത്യമായിട്ട് വലിയ അളവിലൊരു ശബ്ദവും രക്തവും ചേർന്ന് ആ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഈ ലൂപ്പ് മാറുന്നത്, ടൈം ലൈൻ മാറുന്നത്. അങ്ങനെ ഒരു ടൈം ലൈനിലേക്ക് ഒരുപക്ഷെ ഈ കുട്ടി റെജി പോകണമെന്നില്ല. അവൻ ചിലപ്പോൾ ആ ശില്പത്തിൻ്റെ അടുത്ത് പോലും എത്തണമെന്നില്ല, അവൻ കാട്ടിൽ പുറത്തിറങ്ങി കാണാം, സിസ്റ്റർ പെട്ട് കാണും. ഓക്കെ, ഇതിലിപ്പോൾ ഈ ഭയങ്കര ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള റോളാണല്ലോ. ഇപ്പം ഒന്ന് വീഴുന്നു, ആക്ഷൻ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? ഈ ചെളിയിൽ വന്ന് വീഴുന്ന ആ ഒരു സംഭവം. അത് ആക്ച്വലി എന്താണെന്നറിയോ, ഞങ്ങൾ കാട്ടിലത് സെറ്റിട്ടതാണ്. അങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് പ്രോപ്പറായിട്ട് സെറ്റിട്ടാണ്. പക്ഷേ അതിനകത്തുള്ളൊരു റിസ്ക് ഫാക്ടർ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് തിക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ആന അതുപോലുള്ള മൃഗങ്ങളുടെ ഒരുപാട് സാന്നിധ്യമുള്ളതാണ്. അപ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ദേവദൂതനിലും ഇതേപോലൊരു സീൻ ഉണ്ടായിരുന്നു. എൻ്റെതല്ല, മുരളിച്ചേട്ടൻ ചതുപ്പിലേക്ക്. അപ്പോൾ പൊതുവേ ചതുപ്പുകൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് യൂസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് പല സാധനങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം കാടായതുകൊണ്ട് ആന ചിലപ്പോൾ വരും എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ. പിന്നെ മാത്രമല്ല, ഇത് ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ അവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അവിടെ അധിക നാൾ വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ പാമ്പോ മറ്റേ ഇഴജന്തുക്കളൊക്കെ അതിനകത്തേക്ക് വന്ന് വരാം. അപ്പോൾ ഇതുകൊണ്ട് ചില കെമിക്കൽസ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല സാധനങ്ങളും അതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയിട്ട് ഞാനിത് ഷൂട്ട്, ഒന്ന് ഞങ്ങളുടെ റെയിൻ യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒറിജിനൽ റെയിനും വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ യൂണിഫോമിലാണ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് താഴെ സെറ്റ് ചെയ്തതിൽ എന്തൊക്കെയോ കെമിക്കൽസും അതുപോലെ ഒറിജിനൽ ചളിയും ഒക്കെ ഉണ്ട് അതിൻ്റെ അടിഭാഗത്ത്. മുകൾ ഭാഗം മാത്രമാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷെ അതും മഴ തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ണിലേക്ക് തെറിക്കാൻ തുടങ്ങി.
അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നീ ഷോർട്സ് എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഒറ്റ സ്ട്രെച്ചിലെടുത്തോ, ഞാൻ അത് കഴിഞ്ഞിട്ടേ കയറുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-3.5 മണിക്കൂർ വെള്ളത്തിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് കാലിനടിയിൽ എന്തോ ഒരു സെൻസേഷൻ ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു, ജിത്തു ഞാൻ ഒന്ന് കയറി നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ബേൺ ആയിപ്പോയി. ഐ മീൻ എൻ്റെ കാലിൻ്റെ ഒരു സ്കിന്നിൻ്റെ ഒരു ലെയർ ബാക്കിൽ ജോയിൻറ്റിൽ ബേൺ ആയിപ്പോയി. അപ്പോൾ ഇമ്മീഡിയറ്റ് പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ളത് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ എന്നിട്ടാണ് പിന്നെ ബാക്കി ഷൂട്ട് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതല്ല, ആ സമയത്ത് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ഇതുണ്ടായിരുന്നു. ബാക്കി ഫിസിക്കൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫൈറ്റൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എനിക്കതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇതും അങ്ങനെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനിടെ. ഇപ്പോൾ ഒരുപാട് ഹോളിവുഡ് സിനിമകളിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളൊരു ഇതാണല്ലോ ടൈം ലൂപ്പ്. ഇപ്പം എഡ്ജ് ഓഫ് ടുമാറോ, ലൂപ്പർ, ടുമാറോ പോലുള്ള സിനിമകൾ നമ്മൾ ട്രയാങ്കിൾ, ട്രയാങ്കിളാ. കുറേ സിനിമ. അപ്പോൾ ഇപ്പോഴുള്ള സിനിമകളെല്ലാം നമ്മൾ കണ്ടിട്ട് നമ്മളിതിൻ്റെ ഡീകോഡിങ് വീഡിയോസൊക്കെ ഇരുന്ന് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇരുന്ന് കണ്ട് മനസ്സിലാക്കിയൊരു ടൈം ഉണ്ടായിരിക്കുമല്ലോ. ഇത് വായിക്കുന്ന സമയത്ത്, സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് അഭിനയിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ സെറ്റ് ഓഫ് ആക്ടേഴ്സ് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയെടുത്തും സ്വയം മനസ്സിലാക്കിയെടുത്തും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ജിത്തു ആക്ച്വലി ഈ കഥ പറയാൻ വരുമ്പോൾ തന്നെ പ്രോപ്പർ സ്ക്രീൻ പ്ലേ ആയിട്ടാണ് അവൻ നെറേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ഇടയിലും അസ്കറിന് ഡൗട്ട്സ് ഉണ്ട്, അസീം ജമാൽ അദ്ദേഹമാണ് അശോകൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അസീംക്കൊക്കെ ഡൗട്ട് ഉണ്ട്. ചില ഡൗട്ടുകളെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിടും. അതായത് ഇപ്പോൾ എൻ്റെത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ലോജിക്കൽ ബ്രെയിൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയതുകൊണ്ട്, കുറച്ചുകൂടെ എന്ന് പറയുന്നത് ഞാൻ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ലോജിക്ക് നോക്കിയിട്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തായാലും എനിക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടണം. അപ്പോൾ ആ രീതിയിൽ എനിക്കൊരു ടോട്ടൽ ക്ലാരിറ്റി ആദ്യമേ ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്തിരുന്നു. ഓരോ കാര്യങ്ങളും ചോദിച്ചു ഓരോ ടൈമിൽ. അപ്പോൾ ചില സിനിമകൾ, കാരണം ഇത്തരം ജോണർ സിനിമകൾ ഞാൻ കണ്ടത് വളരെ കുറവായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ സ്ക്രീൻ പ്ലേ ഞാൻ കേട്ടതിന് ശേഷം ഞാൻ അത്തരം സിനിമകൾ കാണുകയും, അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ബാക്കി എന്നാലും ചില ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ആയത് ആഫ്റ്റർ റിലീസാണ്. റിലീസിന് ശേഷം ഞങ്ങൾ പ്രേക്ഷകർ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ ഈ തിയേറ്റർ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കും. അപ്പോൾ ചിലത് ഓപ്പണായിട്ട് ജിത്തു തന്നെ വിട്ടിട്ടുണ്ട്, ചിലതിന് ജിത്തു. ഇപ്പം ഞങ്ങൾ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഈ ഡീകോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര ഹൈ ആയിരുന്നു ഞങ്ങൾക്ക്, കാരണം ഞങ്ങളത് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഓൺ ദ ഗോ ആണ് നമുക്ക് അതിന് ക്ലാരിറ്റി. ഇതിൻ്റെ ഒരു തിയേറ്റർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഫ് സീസണിലാണ് ഇത് ഇറങ്ങുന്നത്. ഇതിൻ്റെ ഇത്തരം എക്സ്പെരിമെൻ്റ് സിനിമകൾ സാധാരണ വരുന്ന സമയത്ത് തിയേറ്ററിക്കലി ചിലപ്പം ഓടാതിരിക്കുക, അല്ലെങ്കിൽ തിയേറ്ററിക്കലി വലിയ അക്സെപ്റ്റൻസ് കിട്ടാതിരിക്കുക, പിന്നീട് OTT എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത കിട്ടുക ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. പക്ഷേ ഈ സംഭവത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ ഒരു വിഭാഗം പ്രേക്ഷകർ ഇത് കാണുന്നു, വലിയ ഒരു റീച്ച് സിനിമയ്ക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് തിയേറ്ററിക്കൽ റണ്ണിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? തിയേറ്ററിൽ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സർപ്രൈസിങ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആയിരുന്നു. ആദ്യത്തെ ഒരു 2 ഡേയ്സ് കഴിയുമ്പോഴേക്കും പിന്നെ ഷോസിൻ്റെ എണ്ണം കൂടുന്നു. ഒരേ സമയം നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ മറ്റ് സിനിമകളില്ല, വലിയ സിനിമകളില്ല. അപ്പോൾ ഇഷ്ടംപോലെ സ്ക്രീൻസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, സംഭവം ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആ സമയങ്ങളിൽ തിയേറ്റർ റണ്ണായിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ക്യാൻറ്റീനായാലും ക്യാൻറ്റീനിലുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഓഫ് സീസണിൽ ഇറങ്ങിയിട്ട് ഒരു സിനിമയ്ക്ക് തിയേറ്ററിലെ ഓണേഴ്സ് ആയാലും അതിൻ്റെ അവിടെയുള്ള ക്യാൻറ്റീനിലുള്ള ആളുകളായാലും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ആ രീതിയിൽ അതിന് പോസിറ്റീവായത് അങ്ങനെയാണ്. നെഗറ്റീവായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരുപക്ഷെ വേറൊരു സീസൺ ആയിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞെരുങ്ങിപ്പോയനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീന് കിട്ടില്ല. കാരണം നല്ല സിനിമകൾ, ഐ മീൻ അത്രയും വലിയ സിനിമകൾ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് സ്ക്രീൻസ് ഭയങ്കര കുറവായിരിക്കും. ആ സമയത്ത് നമുക്ക് സ്ക്രീൻസ് കിട്ടി എന്നുള്ളതാണ് പോസിറ്റീവ്. പക്ഷേ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്ന സമയമായിരുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ നെഗറ്റീവ്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അതിന് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് സംഭവിച്ചത്. കാരണം കറക്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് അത്രയും സ്ക്രീൻസ് കിട്ടി. അത് ഭയങ്കര പോസിറ്റീവായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ OTT റിലീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ടൈമിലാണ് OTT റിലീസ് വന്നത്. അതും വളരെ നല്ല രീതിയിൽ തന്നെ അത് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്തു. അതന്നെ, അത് OTTയിൽ അവർ ആ പ്ലാറ്റ്ഫോം ഭയങ്കര രസമായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഈ സംഭവം കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞാൻ റീകളക്ട് ചെയ്ത വിനീതിൻ്റെ ഒരു പടം എന്ന് പറയുന്നത് അപരിചിതനാണ്. അതിലിതുപോലെ തന്നെ ഒരു കാർഡ് വരുന്നു, ഒരു ഭയങ്കര ഒരു മിസ്റ്ററി, ഒരു ഹൊറർ വരുന്നു.
ഈ സമാനമായ ഒരു പശ്ചാത്തലമാണല്ലോ. അപ്പം ജോണേഴ്സ് വ്യത്യാസമാണ്, കഥകളൊക്കെ വ്യത്യാസമാണ്, പക്ഷേ പശ്ചാത്തലം എറൗണ്ട് സിമിലർ ആണല്ലോ. അപ്പോൾ ഈ സംഭവം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ അപരിചിതൻ ഒരു റീകളക്ഷൻ വന്നിരുന്നോ? ഇല്ല, സംഭവം ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ല. ഇപ്പോൾ അപരിചിതൻ വീണ്ടും സംസാരിക്കപ്പെടുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ അതിൻ്റെ ഒരു ഡിസ്കഷൻസ് വരാറുണ്ട്. കാരണം അപരിചിതൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നില്ല അത് തിയേറ്ററിൽ വർക്കായ ഒരു സിനിമയാണെന്ന്. അപ്പോൾ ആ സിനിമ വീണ്ടും സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് മേക്ക് ചെയ്യുന്ന, ഐ മീൻ ഷൂട്ടിംഗ് ടൈമിൽ ഉണ്ടായ എക്സ്പീരിയൻസുകളും, കാരണം പല 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 ഹഡിൽസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ടൈമിൽ. അതിനകത്ത് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ കാലങ്ങൾക്ക് ശേഷം ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഇതേ ചോദ്യമായിട്ട് വേറെ അത് റിലീസ് ഉണ്ടാവുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചു, അപരിചിതൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈമിൽ, സംഭവത്തിൻ്റെ ഷൂട്ടിംഗ് ടൈമിൽ ഒരിക്കൽ പോലും അപരിചിതനെ പറ്റി ചിന്തിക്കാനോ, പിന്നെ രണ്ടും കാട്ടിലാണ്, രണ്ടും അടുത്തടുത്താണ്. ഒന്ന് നെല്ലിയാമ്പതിയിലാണ് ഷൂട്ട് ചെയ്തത്, മറ്റേത് ധോണി ഫോറസ്റ്റിലാണ്, രണ്ടും പാലക്കാട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിമിലാരിറ്റി ഒക്കെ ഉണ്ട് എന്നല്ലാതെ ഷൂട്ടിംഗ് ടൈമിൽ അങ്ങനെ റിമൈൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഈ റീ റിലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെന്തെങ്കിലും ചർച്ചകൾ ആരെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നോ? ഇല്ല, എനിക്കറിയില്ല അങ്ങനെ ഒരു. എനിക്ക് തോന്നുന്നു അതും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ്, സൗണ്ട് എക്സ്പീരിയൻസും വിഷ്വലി ഭയങ്കര നൈസ് ആയിരിക്കുമല്ലോ അപരിചിതൻ. നല്ല നല്ല രസമുള്ള സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ പറയാൻ വേറൊരു കാരണം എന്ന് വെച്ചാൽ, ഈ സംഭവത്തിൽ ഒരു ചെറിയൊരു കണക്ഷൻ എനിക്ക് തോന്നിയത്, ഈ റജിയുടെ ബോഡിയാണ് തിരിച്ചറിഞ്ഞ് ഈ പേഴ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇതെനിക്ക് പെട്ടെന്ന് പോയി മറ്റേ അപരിചിതനല്ല, നമുക്കടെ ആ ID കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്കിത് പെട്ടെന്ന് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത് ആ സീനായിരുന്നു, അപരിചിതൻ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സീൻ അത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ക്യാരക്ടേഴ്സ് ഇന്നാവണം, അപ്പോൾ ഇതിൻ്റെ ബാക്ക് ആൻഡ് ഫോർത്തുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഷൂട്ടിൽ അന്ന്. കാരണം ഞങ്ങൾ ഇതിൽ ഇന്നായിട്ടില്ല ടോട്ടലി, പക്ഷേ അത് ഭയങ്കര രസമായിട്ട് അന്ന് ഞങ്ങൾക്ക് നെറേറ്റ് ചെയ്ത് തന്നു, എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. നല്ല ക്രൂ ആയിരുന്നു. ഇപ്പോൾ വേറൊരു സിനിമയെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ള റൈഫിൾ ക്ലബ്ബാണ്. എനിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പടമാണ്, തിയേറ്ററിൽ അന്യായ ഒരു എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൽ ഷാജഹാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഇയാളൊരു റൊമാൻറ്റിക് ഹീറോയാണ്. ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്വാഗ് ഇയാൾക്ക് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇയാളുടെ ഷെയ്ഡ്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും അല്ല അറ്റയറിലാണെങ്കിലും മൊത്തത്തിലൊരു ഈ പറഞ്ഞ റൊമാൻറ്റിക് ഹീറോയുടെ ഒരു ചാം കൊണ്ട് നടക്കുന്ന ആളാണ്. അതേസമയം ഈ റൈഫിൾ ക്ലബ്ബിൽ ഇവർ മെമ്പേഴ്സ് എല്ലാം ഈ ഡൈനിങ്ങിന് ഇരിക്കുന്ന സമയത്ത് സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാളൊന്നും ഓക്വേർഡ് ആവുന്നുണ്ട്. ക്ലൈമാക്സിൽ പുള്ളിക്കാരനൊരു ഫൈറ്റ് കിട്ടിയ ഒരു ഹീറോയിക് മൊമെൻറ്റ് പ്രകടിപ്പിക്കാനുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. ഷാജഹാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു റൈഫിൾ ക്ലബ്ബിലെ ഒരു എക്സ്പീരിയൻസ്? ഷാജഹാൻ ആക്ച്വലി അത് ആ ടീം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ജിത്തുവിന് റെജിയെ ബിൽഡ് ചെയ്യുന്നതിൽ എത്രമാത്രം കൺവിക്ഷൻ ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, ഇതേപോലുള്ള ഒരു ബ്രില്യൻ ടീമാണ് അപ്പുറത്തുള്ളത്. ആഷിഖ് അബു എന്ന് പറയുന്ന മേക്കറിനെ ഞാൻ അഡ്മയർ ചെയ്യുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേക്കേഴ്സിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് അത് സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അപ്പുറത്ത് ശ്യാം പുഷ്കരനുണ്ട്, ഷർഫും സുഹാസും ഉണ്ട്, ദിലീഷ് നായരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട്, എനിക്കതിനകത്തൊരു ആക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതിനപ്പുറത്ത് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അവരുടെ അടുത്ത് ചോദിക്കുക. ഐ മീൻ നമ്മൾ ചില സാധനങ്ങൾ ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ആളുകൾ, നമുക്കത് ഓക്കെ ആണ് വച്ചാനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു ടീം വർക്ക് ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ആ സിനിമയും ആ ക്യാരക്ടറൊക്കെ. ഇപ്പോൾ ഡയറക്ടർ കൂടിയാണ്, 3 സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പടം ഒരു അധികാരം ചർച്ച ചെയ്തിട്ടുള്ള ഒരു പടം അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്, ഒരു ക്യൂട്ട് പടമാണത്. അപ്പോൾ അതിനെ കൊണ്ട് വിഗ് വെച്ച് അഭിനയിപ്പിച്ചൊരു പടം കൂടിയാണത്. ഇതിൽ പാട്ട് എപ്പോഴും പറയാം, അത് നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇടയ്ക്ക് പറയാം. അവനൊട്ടും ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്, പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട്, കാരണം രണ്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്ന. അതിലെ പാട്ട് നീലവാൻ മുകിലേ എന്ന് പറയുന്ന പാട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ആവുന്നുണ്ട്. ഇപ്പോൾ റീലിലൊക്കെ ആ പാട്ടിന് വിഷ്വലി ഭയങ്കര രസമാണ്. അത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പും കൂടെ ആ പാട്ടിന് വെറുതെ കാണുമ്പോൾ വിഷ്വലി ഭയങ്കര രസമാണ്. അയാൾ ഞാനല്ല എത്രത്തോളം ഒരു ഫസ്റ്റ് ഫിലിം എന്നുള്ള നിലയിൽ ഭയങ്കര സ്പെഷ്യലാണോ? തീർച്ചയായിട്ടും ഫസ്റ്റ് ഫിലിം എന്നല്ല, ചെയ്യുന്ന എല്ലാ സിനിമകളും നമുക്ക് പലതരം എക്സ്പീരിയൻസുകളാണ് തരുന്നത്. ഇപ്പോൾ അയാൾ ഞാനല്ല, ഞാൻ ആക്ച്വലി രഞ്ജിയേട്ടൻ്റെതാണ് കഥയെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഞാനാണ്, തിരക്കഥ എഴുതുന്നത് ഞാനാണ്. അപ്പോൾ അത് ആദ്യ പടം എന്നുള്ള രീതിയിൽ ഞാൻ കൺസീവ് ചെയ്ത സിനിമ ഇതായിരുന്നില്ല. ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്ത് കഥ പറയുന്നത് വേറെ സിനിമകളായിരുന്നു, വേറെ കഥകളായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ എഴുത്തിൻ്റെ പല സ്റ്റേജിലെത്തുന്ന സമയത്തും എനിക്ക് ആ സമയങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുമായിരുന്നു. കൺഫ്യൂഷൻസ് എന്ന് പറയുമ്പോൾ
എനിക്കൊരു കഥ കുറേ നേരം വർക്ക് ചെയ്ത് എഴുതി കഴിയുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കുന്ന ഒരു ഘട്ടം വരും. അപ്പോൾ ഞാൻ ആ കഥ വിടും. വീണ്ടും ഞാൻ പുതിയൊരു കഥ രഞ്ജിയേട്ടൻ്റെ അടുത്ത് പറയും. അപ്പോൾ അതിൽ അദ്ദേഹം ഭയങ്കര എനിക്ക് എന്നോട് പറയും അത് വർക്ക് ചെയ്യും, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് രഞ്ജിയേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ടൊരു കഥ പറയുന്നത്, നീ ഈ സിനിമ ചെയ്യ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് എഴുതാൻ കുറച്ച് സമയം വേണം. അപ്പോൾ പറഞ്ഞു ഉള്ള സമയം മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുഷിലാണ് ഞാൻ ഫസ്റ്റ് അത് ഞാൻ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്കുള്ളൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ അതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ അവിടെ കച്ചിൽ ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുന്നത് തൊട്ടിട്ട് പുതിയ എക്സ്പീരിയൻസ് ആണ്, എല്ലാം പുതിയതാണ്. അതായത് പുതിയ സ്ഥലം. ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടം പല സീൻസും എനിക്ക് രാത്രി എഴുതി പിറ്റേന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഐ മീൻ എനിക്ക് ഡയലോഗ് റൈറ്റേഴ്സ് ഉണ്ട്, എനിക്ക് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. എങ്കിൽ പോലും ആ ക്രൂ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ മൊത്തം ടീം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ കൃത്യമായിട്ട് പേപ്പറിലുള്ളത് ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് ഓർഗാനിക്കായിട്ട് അവിടെ വെച്ചിട്ട് മൊമെൻറ്റിൽ എനിക്കത് ഒരു എൻ്റെ പ്രോസസ്സ് തന്നെ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ സിനിമകളും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് എല്ലാ ആർട്ടിസ്റ്റും എല്ലാം ആ സെറ്റിൽ വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ മൊമെൻറ്റ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കൃത്യമായിട്ട് പേപ്പറിലുള്ളത് അങ്ങനെ തന്നെ പോയി ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ ഷോട്ടുകൾ ഡിവൈഡ് ചെയ്ത് പോയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതല്ല. അത് എല്ലാവരും അതിനുശേഷം ചെയ്ത ഇപ്പോൾ ടൊവിയുടെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് ചെയ്യുമ്പോഴും ബേസിലുണ്ട്, അതിനകത്ത് എല്ലാവരും ഉണ്ട്, എല്ലാ ആർട്ടിസ്റ്റുകളും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദിലീപ് ഏട്ടനായാലും അങ്ങനെ എനിക്ക് നല്ല രസകരമായിട്ടുള്ള വർക്ക് ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസ് ആയാലും. ഇപ്പോൾ ശ്യാം ദത്തായിരുന്നു ഫസ്റ്റ് പടം DOP. ഞങ്ങളുടെ ടീം ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ളൊരു മേക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് ഒരു സീൻ കിട്ടി, ഓക്കെ ഇത് ക്ലോസ്, ഇത് വൈഡ്, അല്ലെങ്കിൽ ഇത് ട്രാക്ക് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അത് സാധാരണ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാറില്ല, ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഞാനിലെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള ആളുകൾ നിന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ അടുത്തത് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ചിലപ്പോൾ ഞാനൊരു വൈറ്റ് ഷോട്ട്, ഒരു മാസ്റ്റർ ഷോട്ട് പോലെ ഒരു ഷോട്ട് എടുത്തിട്ടായിരിക്കില്ല തുടങ്ങുക. അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കീ ഷോട്ടിലായിരിക്കും ഞാൻ ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു സീൻ ഞാൻ ഷൂട്ട് ചെയ്യുക. അപ്പോൾ അത് കഴിയുമ്പോൾ അപ്പോൾ ഈ സീൻ നമ്പർ കൊടുക്കണം, ഈ ക്ലാപ്പിൽ നമ്പർ കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അത് എൻ്റെ അസോസിയേറ്റ് എൻ്റെ കൂടെ നിന്ന് അയാൾക്ക് ഇത് എൻ്റെ കൂടെ നിന്ന് മനസ്സിലാക്കിയിട്ട് എഴുതി കൊടുക്കണം. അല്ലാതെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇതിൽ ഈ സീനിനകത്തുള്ള 8ാമത്തെ ഷോട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലാപ്പിൽ ഇത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഷോട്ടിൽ ചിലപ്പോൾ ആ സീൻ തന്നെ തീർന്നു പോകും. എനിക്കറിയില്ല, അത് ആ ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് ആ പ്രോഗ്രഷൻ കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു മേക്കിംഗ് പാറ്റേണിലേക്ക് ഞാനിൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ടീം എൻ്റെ കൂടെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു ആ പ്രോസസ്സ്. ഈ ഒരുപാട് കഥകൾ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇനി എഴുതി വെച്ച കഥകളൊക്കെ ഏത് ഷോണറുകളാണ്? ഞാൻ ആക്ച്വലി ഞാൻ ഇനി അടുത്ത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ എൻ്റെ തന്നെ കഥയാണ്. റൈറ്റർ, ഐ മീൻ എനിക്ക് റൈറ്റിങ്ങിൽ എൻ്റെ കൂടെ ഡയലോഗ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അത്തരത്തിലൊരു ടീം എൻ്റെ കൂടെ ഉണ്ട്. കഥ ഞാൻ മുമ്പേ തന്നെ ആലോചിച്ച് വെച്ച കഥയാണ്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്ത് ജോണറാണ് നമുക്ക് പറയാൻ പറ്റുമോ? ജോണർ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ജോണർ ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ പറയാം, അതിനകത്ത് ഹീറോ കുട്ടേട്ടനാണ്, വിജയരാഘവൻ കുട്ടേട്ടനാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. ഇപ്പോൾ ഈ സീക്വലുകളുടെ ഒരു സമയമാണല്ലോ, ഇപ്പോൾ ഒരുപാട് സീക്വലുകൾ വരുന്നു. ഇപ്പോൾ വാഴ 2, ഭരതനാട്യം 2 വരുന്നു. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, ഇപ്പോൾ OTT റിലീസിന് ശേഷം കാത്തിരിക്കുന്ന ഒരു ഇതാണ് സംഭവം പാർട്ട് 2. എന്താണ് അതിൻ്റെ ഒരു പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ? പാർട്ട് 2 ആക്ച്വലി ജിത്തു അതിൻ്റെ ഒരു ഐഡിയ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിരുന്നു. ഐ മീൻ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് റിലീസിൻ്റെ സമയമാകുമ്പോൾ ഐഡിയാസ് പറയുന്നുണ്ടായിരുന്നു. അത് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അവൻ എഴുതുന്നുണ്ട്, സീരിയസ് ആയിട്ട് അതിൻ്റെ ഒരു എഴുത്ത് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കമൻസിലും നമ്മളുടെ അടുത്ത് വരുന്ന മെസ്സേജസിലും സെക്കൻഡ് പാർട്ട് വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് റഷ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ജിത്തു അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, വളരെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ എഴുത്ത് നടന്നത് കംപ്ലീറ്റ് ആയി അവന് കോൺഫിഡൻ്റ് ആകുമ്പോൾ ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് എന്തായാലും ഫസ്റ്റ് പാർട്ടിനേക്കാളും വലിയൊരു സ്കെയിലിൽ ഒരു ബിഗർ ബഡ്ജറ്റിൽ ആയിരിക്കുമല്ലോ സംഭവം വരുന്നത്. അതിൻ്റെ മീൻസ് സ്കെയിലപ്പ് ആയിരിക്കുമല്ലോ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്തെങ്കിലും നടന്നോ? അല്ല, സ്കെയിലപ്പ് അത് എഴുതി വരുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം നമ്മളത് എൻഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യുമ്പോൾ അതൊരു വലിപ്പം ആ എൻഡിങ്ങിലുണ്ട്. ആ വലിപ്പം എവിടെ സെക്കൻഡ് പാർട്ടിൽ ഏത് ഘട്ടത്തിൽ അത് വരുന്ന അറിയില്ല. പക്ഷെ അത് എഴുതി വന്നാലേ നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് അറിയുള്ളൂ.
പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സെക്കൻഡ് പാർട്ടിൽ അവൻ പറഞ്ഞിട്ടുള്ളത്. ഡിയർ ഫ്രണ്ടിലെ വിനോദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ക്യാരക്ടറിനെ മാത്രം വെച്ചിട്ട്, കാരണം ഇയാൾ പല സ്ഥലങ്ങളിൽ പോയി പല ആൾക്കാരുടെ കൂടെ താമസിക്കുന്ന ഒരാളാണ്, പല പല ലൈഫുകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. ആ ക്യാരക്ടറിനെ മാത്രം ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സ്പിൻ ഓഫോ അല്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്യുന്ന ഒരു ഫിലിം, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഏതെങ്കിലും പോയിന്റിൽ ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. കാരണം ഡിയർ ഫ്രണ്ട് സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമകളിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു സിനിമ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്, ഐ മീൻ ഞാൻ പറയുന്നത് മറ്റ് സിനിമകൾ വേറൊരു രീതിയിലല്ല, ഞാൻ പറഞ്ഞത് കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് നോക്കാതെ ഒരു സിനിമ നമുക്ക് അതിൻ്റെ വിപണന സാധ്യതകൾ നോക്കാതെ, വിപണന സാധ്യതകൾ നോക്കിയിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അതിനകത്ത് വിൽക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റിയത്. അതിൻ്റെ ടെക്നീഷ്യൻസൊക്കെ അത്രയും സൗണ്ടായിട്ടുള്ള ആളുകളായിരുന്നു. ഞാൻ പറഞ്ഞത് കുറേയും കൂടെ നമുക്കൊരു ഫ്രീഡം എന്ന് പറയില്ല, ഒരു സിനിമ ചെയ്യാനുള്ള ആ ഫ്രീഡത്തിൽ ചെയ്തൊരു സിനിമയാണ്. ആ സിനിമയുടെ ഒരു ഘട്ടത്തിൽ പോലും ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ക്ലൈമാക്സിൽ നേരത്തെ ചോദിച്ച പോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, ഇത് തന്നെയാണ്. പിന്നെ ആ സിനിമ എനിക്ക് തോന്നുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഒരു സ്പിൻ ഓഫ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ഇനിയും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് സബ് ടെക്സ്റ്റുകൾ അത് റീഡ് ചെയ്യപ്പെടാൻ പല രീതിയിലുള്ള എനിക്ക് അങ്ങനെ വരുന്നുണ്ട് ആളുകൾ. ഇനിയും അത് ഐ മീൻ ഞാൻ കണ്ടുവച്ച അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ ഇനിയും എനിക്ക് കണ്ടെത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നലുള്ളത് കൊണ്ട് അത് കണ്ടെത്തി കഴിയുമ്പോൾ ആലോചിക്കാം. ഇപ്പോൾ ചോദിക്കാനുള്ളത്, ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, അത് വിനീതിൻ്റെ കരിയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. റീ റിലീസിലും വലിയ അക്സെപ്റ്റൻസ് കിട്ടി. ഇതിൽ നമ്മൾ വിനീതിൻ്റെ പോർഷൻസ് അല്ലാതെ നമ്മൾ മറ്റേ ലാലേട്ടൻ്റെ പോർഷൻസ് കാണുന്ന സമയത്ത് ഈ സിനിമയുടെ ഒരു റീഡിംഗ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഡിയർ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ദേവദൂതനും പല വാച്ചിലും പല റീഡിങ്ങാണ്, പല വേർഷൻസ് നമുക്ക് കിട്ടുകയാണ്. ഇതിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് നമ്മൾ കാണുന്ന സമയത്ത് അന്ന് ആദ്യമായിട്ട് കണ്ട ഒരു പെർസ്പെക്റ്റീവിലായിരിക്കില്ല നമ്മൾ പെർഫോമൻസിനെ രണ്ടാമത് കാണുന്നത്. അദ്ദേഹം പാട്ടുകൾ പാടുന്ന സമയത്ത്, പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ കൈവിരലുകൾ കൊണ്ടുള്ള രീതികളും ഒക്കെ നമ്മൾ ഇന്ന് പെർഫോമൻസിനെ നമ്മൾ ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ വേറെ ആയിരിക്കുമല്ലോ. വിനീത് ഇന്ന് ആ സിനിമ കാണുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഈ പെർഫോമൻസ്, ആക്ടിങ്, അതിനെ എങ്ങനെയാണ് പുതിയൊരു രീതി ഏതെങ്കിലും? ഞാൻ ഇപ്പോൾ റീ റിലീസിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടെ നമുക്ക് ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ അതിനകത്തുള്ള ഡീറ്റെയിലിംഗ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അത് ആക്ടിങ് മാത്രമല്ല, സൗണ്ട് ഡിസൈനിങ് ആയാലും ഒരുപാട് കാര്യങ്ങളിൽ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഫസ്റ്റ് പടം എന്തൊരു മഹാനുഭാവലോ എന്നുള്ള ആ സോങ് കാണിച്ചപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഇമോഷനും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഗൂസ് ബംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് എനിക്ക് മാത്രം തോന്നുന്നൊരു ഫീലാണ്, കാരണം ഞാൻ അതിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ്. പക്ഷേ ഇൻട്രോയിലായപ്പോൾ ഇതേ അഭിപ്രായം തിയേറ്ററിലുള്ള ആളുകളും അതിനുശേഷം പല തിയേറ്റർ വിസിറ്റിൽ പോകുമ്പോഴും ഇതേ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ അദ്ദേഹം ആ സോങ്ങിൻ്റെ ഫസ്റ്റ് ആ സോങ്ങിൽ തന്നെ നമുക്ക് എന്താണ് വിശാൽ കൃഷ്ണമൂർത്തി എന്നുള്ളതിൻ്റെ വലിപ്പം അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ വിശാൽ കൃഷ്ണമൂർത്തി പറയാണ് ഈ നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന സംഗീതത്തിൻ്റെ രാജാവ്, അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ അത്രയും ആളുകൾ നോട്ടീസ് ചെയ്യപ്പെടുകയും ആ സിനിമയിൽ ആ പേരിൽ ഞാൻ ഓർക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച്, ഐ മീൻ അതിൻ്റെ എന്താ പറയുക, നമ്മൾ ഈ അതിന് കറക്റ്റ് എനിക്കൊരു വേർഡ് കിട്ടുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ട് നിന്നത് കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ആ പെർഫോമൻസാണ് ആ സിനിമയുടെ ഊർജം അല്ലെങ്കിൽ നാഡി എന്ന് പറയുന്നത്. ഭയങ്കര രസമല്ലേ ആ രണ്ട്, ഞാനിത് റീ റിലീസ് അദ്ദേഹം കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നത്. ഇപ്പോൾ ചാക്കോച്ചൻ ഒരിക്കൽ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു പുള്ളിക്കൊരു കംപ്ലീറ്റ് ഡാൻസ് ബേസ്ഡ് ഫിലിം ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെയ്യണമെന്ന്. അപ്പോൾ വിനീതിന് നമ്മൾ ഗംഭീര ഡാൻസറും കൂടെയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വരെ റീൽസൊക്കെ ചെയ്തിടുന്നത് ഭയങ്കര വൈറലാണ്. ഒരു കംപ്ലീറ്റ് ഡാൻസ് പടം, അതൊരു ഭയങ്കര ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യമാണോ? അങ്ങനെ കംപ്ലീറ്റ് ഒരു ഡാൻസ് പടം എന്നുള്ള രീതിയിൽ എനിക്കതൊരു പ്രോപ്പർ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു ഡാൻസ് ചെയ്യുന്നൊരു ക്യാരക്ടർ വന്നാൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യും. ഡാൻസ് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു എന്താ പറയുക, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്പേസിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഐ മീൻ ഞാൻ പറയുന്നത് സ്റ്റേജിലല്ലാതെ ഞങ്ങളുടെ പല ഫങ്ഷൻസിലും ഏറ്റവും കൂടുതൽ ഡാൻസിലേക്ക് എല്ലാവരെയും വലിച്ചിട്ടിട്ട് കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഡാൻസ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പ്രഷൻ അല്ലേ. അത് ശരിക്കും ഡാൻസിൻ്റെ ഗോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നടരാജൻ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്നത് ദേഷ്യം വരുമ്പോൾ ഡാൻസ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം ഈ താണ്ഡവം എന്ന് പറയുന്നത് സതീദേവിയുടെ വിയോഗത്തിൽ അദ്ദേഹം അത്രയും, അപ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഡാൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യും. ഐ മീൻ നമ്മുടെ എനർജി അല്ലെങ്കിൽ ഉള്ളിലുള്ള അതിന് പുറത്തോട്ടേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അത് സന്തോഷം വരുമ്പോഴും നമുക്ക് ഡാൻസ് ചെയ്യാം, സങ്കടം വരുമ്പോഴും ഡാൻസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, അത് ഭയങ്കര എനിക്ക് ആ രീതിയിൽ
ഡാൻസിനെ ഞാൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതാണ് ഇനി വരാനിരിക്കുന്ന അഭിനയിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ്. അത് ഇപ്പോൾ സമ്പത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ എന്നെ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യാൻ എനിക്കൊരു സ്പേസ് കിട്ടിയൊരു ക്യാരക്ടറാണ്. അതിപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന വേറൊരു സിനിമ, അതെനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ്. അതൊരു ത്രില്ലർ ഫിലിമാണ്. അതാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2 പടങ്ങളാണ് ഇപ്പോൾ ഈ സംഭവത്തിലാണല്ലോ എനിക്ക് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ ചെയ്യുന്ന ആദ്യമായിട്ട് ഞാൻ സംഭവത്തിൽ. യൂണിഫോം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തതിന് ശേഷം ഒരു കിക്ക് വന്നിട്ടുണ്ട് ഒരു പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട്? ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റ് എനിക്ക് സംഭവത്തിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു സബ്ജക്റ്റാണ്. അവർ ആ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടിയത് റെജി ചെയ്തപ്പോഴാണ്. ഐ മീൻ യൂണിഫോമിൽ ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം വന്നത്. പിന്നെ എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് കണ്ട ആളുകൾ എനിക്ക് കമൻസിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴും നേരിട്ടൊക്കെ അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, പോലീസ് ക്യാരക്ടർ എനിക്ക് വർക്കാവും എന്നുള്ളത്. ഇപ്പോൾ ഈ സംഭവം നേരെ പറഞ്ഞാലോ മറ്റ് ലാംഗ്വേജസിൽ ഇപ്പോൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നു. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലൊക്കെ ഇപ്പോൾ OTT റിലീസിന് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. മറ്റ് ലാംഗ്വേജസിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഓഫേഴ്സ് വരുന്നുണ്ടോ? ഇനി ആ ലാംഗ്വേജിലും കൂടെ പോകാമെന്നൊരു ഐഡിയ ഉണ്ടോ? റെജിയെ ഒരു ബേസ് ആക്കി വെച്ചിട്ട് അല്ലേ? അല്ല, അത് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ അങ്ങനെ ഓഫേഴ്സൊക്കെ വന്നാൽ ചെയ്യാം. എനിക്ക് ഈ തമിഴിൽ എനിക്ക് തോന്നുന്നു റൈഫിൾ ക്ലബ്ബിലുള്ള ക്യാരക്ടർ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ. ഐ മീൻ അതിന് ശേഷമാണ് എനിക്ക് തമിഴിൽ നിന്ന് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ എന്ന് പറയുന്ന പടത്തിൻ്റെ ഓഫർ വന്നത്. അങ്ങനെ ഇനിയിപ്പോൾ റെജി കണ്ടിട്ട് ആർക്കെങ്കിലും ഈ പറഞ്ഞ വില്ലനൊക്കെ ആയിട്ട് വിളിക്കാനായിരിക്കും സാധ്യത. എന്തായാലും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. അതിനേക്കാളും ഇപ്പുറം സംഭവത്തിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അത് ഉടൻ തന്നെ സംഭവിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഒരു വലിയ സ്കെയിലിൽ കുറച്ചുകൂടെ വലിയ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ തിയേറ്ററിക്കലി തന്നെ എത്തട്ടെ. എന്തായാലും താങ്ക് യു.